നമസ്കാരം, എല്ലാവർക്കും ജാംസ് അക്കാദമിയിലേക്ക് സ്വാഗതം. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മെത്തേഡ്സ് ആയ ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്താണെന്ന് പഠിക്കാം. ഇൻഡക്റ്റീവ് മെത്തേഡ് മൂവ് ഫ്രം എക്സാമ്പിൾസ് ടു റൂൾ. അതായത് ഒരു വിദ്യാർത്ഥിക്ക് കുറച്ച് സെറ്റ്സ് ഓഫ് എക്സാമ്പിൾസ് കൊടുത്ത് ഒരു റൂളിലേക്ക് എത്തുക. ഒരുപാട് എക്സാമ്പിൾസ് പരിചയപ്പെട്ട് അവസാനം അതിൻ്റെ തിയറി പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഫോർമുല പഠിക്കുക, അതിൻ്റെ റൂള് പഠിക്കുക. ഇപ്പോൾ ഒരു ഗ്രാമർ റൂള് ഒരുപാട് എക്സാമ്പിൾ ചെയ്തിട്ട് അതിൻ്റെ റൂള് പഠിക്കുക. ഇങ്ങനെ പഠിക്കുന്ന രീതിയാണ് ഇൻഡക്റ്റീവ് മെത്തേഡ്. നോൺ ടു അൺനോൺ, അറിയുന്ന എക്സാമ്പിൾസിൽ നിന്ന് അറിയാത്തൊരു തിയറിയിലേക്ക് എത്തുക. സാധാരണയായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പോൾ എക്സാമ്പിൾസ് ടു റൂൾ എന്ന് പറയും, അല്ലെങ്കിൽ ചിലപ്പം വരുന്നതാണ് സ്പെസിഫിക് ഓർ പെർട്ടിക്കുലർ ടു ജനറൽ. അപ്പോൾ ഇവിടെ നമുക്കറിയാം എക്സാമ്പിൾസ്, ആ എക്സാമ്പിൾസ് നമ്മൾ ഒരു ജനറൽ തിയറിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത് പെർട്ടിക്കുലർ ടു ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ടു ജനറൽ. ഇത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. ഇത് ഓർക്കാൻ നമുക്കൊരു കോഡ് ഉണ്ട്, IPG അല്ലെങ്കിൽ I പ്രോഗ്രസ്. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ പെർട്ടിക്കുലർ ടു ജനറൽ, IPG. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് യൂസസ് ഓഫ് ഇൻഡക്റ്റീവ് മെത്തേഡ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ? പ്രൈമറി ക്ലാസ്സിനാണ് നമ്മളിത് സാധാരണ യൂസ്ഫുൾ ആവുന്നത്. കാരണം അവർക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് ഒരു തിയറിയിലേക്ക് എത്തുക. പുതിയൊരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ലേണിംഗ് ന്യൂ ഫോർമുല, ഒരു പുതിയ ഫോർമുല ആദ്യം ഒരു ഫോർമുല പറഞ്ഞിട്ട് അതിൻ്റെ എക്സാമ്പിൾ പറയുന്നേക്കാളും എത്രയോ എഫക്റ്റീവാണ് കുറച്ച് എക്സാമ്പിൾസ്, അറിയുന്ന എക്സാമ്പിൾസ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് ഒരു തിയറിക്ക്, അറിയാത്തൊരു തിയറിയിലേക്ക് എത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. കുറച്ച് സമയം എടുക്കും ഇത് പഠിപ്പിക്കാൻ ഈ രീതിയിൽ, പക്ഷെ എന്താണ്, നന്നായിട്ട് കുട്ടിക്ക് മനസ്സിലാവും, ഒരു ആഴത്തിലുള്ള ഒരു അറിവ് നൽകും. അടുത്തതായി നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡാണ് പഠിക്കാൻ പോകുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡ് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. മൂവ് ഫ്രം റൂൾ ടു എക്സാമ്പിൾ. ടീച്ചർ ആദ്യം ഒരു റൂൾ പറയും, ഇത് ഒരു അല്ലെങ്കിൽ ഒരു ഫോർമുല, ഇങ്ങനെയാണ് ഒരു തിയറി, എന്നിട്ട് ഇതാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഡക്റ്റീവിൻ്റെ അത്ര എഫക്റ്റീവ് അല്ല, ഇത് കുറച്ചുകൂടി ടീച്ചർ സെൻറ്റേർഡ് ആണ്. ഇവിടെ എന്താണ്, ആദ്യം നമ്മൾ റൂള് പറഞ്ഞിട്ടാണ് കുട്ടിക്ക് എക്സാമ്പിൾസിലോട്ട് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് അത് മനസ്സിലാവാൻ, ചിലപ്പോൾ മനസ്സിലാവാതിരിക്കാൻ. അൺനോൺ ടു നോൺ, അറിയാത്തൊരു തിയറി പറഞ്ഞിട്ട് അറിയുന്ന എക്സാമ്പിളിലേക്ക് പോകും. അതാണ് ഈ രീതി. അപ്പോൾ ഇവിടെ ഓർക്കുക, അവിടെ എന്താണ്, ജനറൽ ടു സ്പെസിഫിക് ഓർ പെർട്ടിക്കുലർ. കേട്ടിട്ട് ഇത് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ജനറൽ ടു സ്പെസിഫിക് ഏതാണെന്ന്. അപ്പോൾ നമുക്കത് ഓർത്ത് വയ്ക്കാനുള്ള ഒരു കോഡുണ്ട്, DGP. നമുക്കറിയാലോ, പോലീസിലൊരു ഹയർ റാങ്കാണ് DGP. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. DGP എന്ന് പറയുമ്പോൾ ഡിഡക്റ്റീവ് മെത്തേഡ് ഗോസ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ. അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഡിഡക്റ്റീവ് മെത്തേഡിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ടീച്ചർ ഡോമിനേറ്റഡ് ആണ്, നമ്മൾ പറഞ്ഞു. ഇവിടെ ടീച്ചറിനാണ് പ്രാധാന്യം. ടീച്ചർ ഒരു തിയറി പറയും, എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് പറയും. അതുപോലെ ഒരു വലിയ ഏരിയ, കവർ എ വൈഡർ സ്കോപ്പ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഒരുപാട് പഠിപ്പിക്കാനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിപ്പിക്കാം. ഈ രീതിയിൽ ക്വിക്ക് പ്രോസസ്സാണ്, പെട്ടെന്ന് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്കിനി ഈ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. 2019-20 വർഷത്തിൽ കേട്ടറ്റിന് ചോദിച്ച ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഇൻഡക്റ്റീവ് ടീച്ചിങ് ഈസ്. ഓപ്ഷൻസ്: ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്, ഫ്രം ഡിഫിക്കൽട്ട് ടു ഈസി, ഫ്രം ജനറൽ ടു സ്പെസിഫിക്, ഫ്രം സ്പെസിഫിക് ടു ജനറൽ. സോ എന്താണ് ഇൻഡക്റ്റീവ് ടീച്ചിങ്? നമ്മൾ പറഞ്ഞു. വേറൊരു കോഡും കൂടെ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? I പ്രോഗ്രസ്, IPG. അപ്പോൾ ലാസ്റ്റ് G ആണ് വരുന്നത് ഇൻഡക്റ്റീവിൽ. അപ്പോൾ ഫ്രം സ്പെസിഫിക് ടു ജനറൽ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലേണിംഗ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു പ്രൂവ് ദിസ് പ്രിൻസിപ്പിൾ അറ്റ് ദ പ്രൈമറി ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഒരു തിയറി പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോർമുല. അതായത് ഫസ്റ്റ്
n ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? n സ്ക്വയറിനോട് ഈക്വൽ ആണ്. അപ്പോൾ അത് പഠിപ്പിക്കാൻ പ്രൈമറി ക്ലാസ്സിന് പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വഴി ഏതാണെന്ന്. അപ്പോൾ നമ്മളൊരു പ്രൈമറി ക്ലാസ്സിൽ ഒരു മാത്സ് ഫോർമുല ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. കുറച്ച് എക്സാമ്പിൾസ് ആദ്യം കാണിച്ചു കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഡയറക്റ്റ്ലി മനസ്സിലാവും, ഓ അപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എന്ന് വന്നാൽ ഇത് ഇങ്ങനെ ഒരു തിയറി, അത് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ലാതെ ജസ്റ്റ് ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അത് എഫക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ല മെത്തേഡ് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. കുറച്ച് എക്സാമ്പിൾസ്, പ്രത്യേകിച്ച് മാത്സിലെ ഫോർമുലാസ് ഒക്കെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ലത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. അടുത്ത ചോദ്യം, എ ടീച്ചർ ആസ്ക്സ് children to reach a conclusion after giving a series of examples of a principle. This approach can be termed as. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഒന്നും കൂടെ നോക്കാം. ഒരു ടീച്ചർ കുട്ടിയോട് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറയുന്നു. ഇത് ഏത് മെത്തേഡാണ്? ഇപ്പോൾ സെയിം നമ്മൾ ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതിന് നവംബറിൽ 2019 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നു. എന്താണിത്? ഇൻഡക്റ്റീവ് മെത്തേഡ്. ഇൻഡക്റ്റീവ് മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യം കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ട് ഒരു തിയറിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ നമ്മളിതിനെ ആഗമന രീതി എന്ന് പറയും ഇൻഡക്റ്റീവ് മെത്തേഡിനെ. ഡിഡക്റ്റീവ് മെത്തേഡാണെങ്കിൽ നിഗമന രീതി എന്ന് പറയും. അടുത്ത ചോദ്യം ഫെബ്രുവരി 2020 കേട്ടതിന് ചോദിച്ച ചോദ്യമാണ്. ദ മെത്തേഡ് യൂസ്ഡ് ബൈ എ ടീച്ചർ ടു ഗെറ്റ് ദ ലേണർ ഡിറൈവ് റൂൾസ് ഫ്രം എക്സാമ്പിൾ. നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ്റെ വേറെ രീതിയിലാണ്. കുറച്ച് എക്സാമ്പിളിൽ നിന്ന് നമ്മളൊരു റൂളിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ റൂൾസിലേക്ക് എത്തുന്നു. എന്താണ് തിയറി? ഇൻഡക്റ്റീവ് മെത്തേഡാണ്. കാരണം എന്താണ്? എക്സാമ്പിളിൽ നിന്ന് റൂള്, അങ്ങനെ വരുമ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെത്തേഡ് ബിഗിൻസ് ഫ്രം എ ജനറൽ പ്രിൻസിപ്പിൾ ടു പർട്ടിക്കുലർ എക്സാമ്പിൾസ്? ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ തിയറിയിൽ നിന്ന് പർട്ടിക്കുലർ എക്സാമ്പിൾസിലേക്ക് പോകുന്നത് എന്ത് തിയറിയാണ്, അല്ലെങ്കിൽ എന്ത് മെത്തേഡാണ്? എന്താണ്? ഡിഡക്റ്റീവ് മെത്തേഡിലാണ് നമ്മൾ എക്സാമ്പിളിലോട്ട് പോകുന്നത്. ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിഡക്ഷൻ ആണ്. അവിടെ വലുതിൽ നിന്ന് ചെറുതിലോട്ട് പോകും. ഒരു തിയറി പറഞ്ഞിട്ട് അതിന് എക്സാമ്പിൾസിലോട്ട് പോകും. നമ്മളിനി അവസാനത്തെ ചോദ്യത്തിലോട്ട് പോവാണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് the approach which deals with general to specific is. ജനറൽ ടു സ്പെസിഫിക്കിലോട്ട് പോകുന്ന അപ്രോച്ച് ഏതാണ്? മറ്റേ കോഡ് ഓർക്കുക. ജനറൽ ടു സ്പെസിഫിക് ഓർ ജനറൽ ടു പർട്ടിക്കുലർ വരുന്ന DGP ഡിഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ ഡിഡക്റ്റീവ് ആണ്. എന്താണ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നും ഡിഡക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്നും നമ്മൾ ഇന്ന് പഠിച്ചു. മുൻ വർഷങ്ങളിൽ ചില ചോദ്യങ്ങളും പരിചയപ്പെട്ടു. ഇനി മറ്റൊരു ദിവസം നമുക്ക് മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.